എന്താണ് ഈ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവല്യൂഷൻ നമ്മൾ നടന്നു എന്നും അതിങ്ങനെയൊക്കെ ആയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് ചുറ്റും കിട്ടിയ പലതരം എവിഡൻസുകൾ കൊണ്ട് ആണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല എവിഡൻസ് നമുക്ക് ഉണ്ട്. അത് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് മോളിക്കുലർ ബയോളജി ബേസ് ചെയ്തുള്ള എവിഡൻസുകൾ, കമ്പാരിറ്റീവ് അനാറ്റമി ആയിട്ട് ബേസ് ചെയ്ത എവിഡൻസ്, അതുപോലെ ഫോസിൽ എവിഡൻസ്. അങ്ങനെ മൂന്നായിട്ടാണ് നമുക്ക് തിരിക്കാൻ പറ്റുന്നത്. അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മോളിക്കുലർ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട എവിഡൻസുകളെ പറ്റിയാണ്. എന്താണ് മോളിക്കുലർ ബയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റഡി ഓഫ് മോളിക്യൂൾസ് ലൈക്ക് DNA, RNA ആൻഡ് പ്രോട്ടീൻസ് ഇൻസൈഡ് ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിനകത്തുള്ള DNA, RNA, പ്രോട്ടീൻ പോലെയുള്ള മോളിക്യൂളുകളെ പറ്റിയുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോളിക്കുലാർ ബയോളജി എന്ന് വിളിക്കുന്നത്. എന്താണെന്ന് വിളിക്കുന്നത്? മോളിക്കുലാർ ബയോളജി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓൾ ദ ലിവിങ് ഓർഗാനിസം യൂസസ് DNA ആസ് ദ ജനറ്റിക് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്കൊക്കെ ഒരു കോമൺ ഒറിജിൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഏത്? LUCA പറഞ്ഞില്ലേ, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്ന എക്സാമ്പിൾ ഇതാ. ഇവർക്ക് എല്ലാവർക്കും എന്തുണ്ട്? DNA ഉണ്ട്. അപ്പോൾ DNA ഉണ്ടെങ്കിൽ ആദ്യം എന്തോ ഒന്നിന് DNA ഉണ്ടായിരുന്നു, അത് പാസ് ഓൺ ചെയ്തല്ലേ നമുക്ക് വന്നത്. അങ്ങനെ DNAയുടെ പ്രോട്ടീൻ സീക്വൻസിൻ്റെയൊക്കെ വ്യത്യാസം വെച്ച് നമുക്ക് എവല്യൂഷൻ പ്രൂവ് ചെയ്യാൻ പറ്റും. അതിലാദ്യം നമ്മൾ ചെയ്യുന്നത് ബീറ്റാ ചെയിൻ ഓഫ് ദ ഹീമോഗ്ലോബിൻ എടുത്തിട്ടാണ്. അപ്പോൾ ബീറ്റാ ചെയിൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിനകത്ത് കാണുന്ന ഒരു പ്രോട്ടീനിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ബീറ്റാ സെല്ലും ആൽഫാ സെല്ലും. അതിൽ ബീറ്റാ സെല്ല് ഓഫ് RBC എടുത്ത് നമ്മൾ നോക്കിയപ്പോൾ ചിമ്പാൻസിക്ക് നമ്മളുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. സീറോ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മളുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് അർത്ഥം. ഗൊറില്ലയ്ക്കാണെങ്കിൽ 1, എലിക്കാണെങ്കിൽ 31. ഇനി അത് നമുക്ക് എന്താണ് അനുമാനിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണം. പ്യുവർ അമിനോ ആസിഡ് ഡിഫറൻസസ് ഇൻഡിക്കേറ്റ്സ് എ ക്ലോസർ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അല്ലേ, അമിനോ ആസിഡുകളുടെ വ്യത്യാസം എന്ന് പറയുന്ന കുറയുമ്പോൾ അവൻ സിമിലർ ആവുകയാണ്. അല്ലേ, നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. വ്യത്യാസം ഇല്ലെങ്കിൽ നമ്മൾ സിമിലർ അല്ലേ? ആ ലോജിക്ക്. അപ്പോൾ നമ്മളും ചിമ്പൻസിയും തമ്മിൽ ഈ പറയുന്ന എക്സാമ്പിൾ എടുത്തപ്പോഴത്തേക്കും ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഗ്രേറ്റർ ദ ഡിഫറൻസ് ഇൻഡിക്കേറ്റ്സ് മോർ ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ റാറ്റ്. നമ്മൾ റാറ്റുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ വിച്ച് ഓർഗാനിസം ഹാസ് ദ മോസ്റ്റ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് വിത്ത് ഹ്യൂമൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ചിമ്പൻസിക്കാണ്. അല്ലെ, ആർക്കാണ്? ചിമ്പൻസിക്കാണ്. കാരണം നമ്മുടെയും ചിമ്പൻസിയുടെയും RBCയിലെ ബീറ്റാ ചെയിൻ എടുത്തപ്പോൾ അവർ തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. 2, വിച്ച് ഓർഗാനിസം ഹാസ് എ ഡിസ്റ്റന്റ് എവല്യൂഷൻ റിലേഷൻഷിപ്പ് വിത്ത് ഹ്യൂമൻ. റാറ്റാണ്. കാരണം റാറ്റിന് 31ഓളം പ്രോട്ടീൻ അറേഞ്ച്മെൻറ്റ് വ്യത്യാസം വന്നു. അപ്പോൾ നമ്മളുമായിട്ട് വ്യത്യാസം ഉണ്ട്. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഹൗ ഡസ് മോളിക്കുലർ ബയോളജി ഹെൽപ്പ് ടു ഫൈൻഡ് ഔട്ട് ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് എമംഗ് ഓർഗാനിസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ പറ്റൂലേ? പറ്റും. എന്താണ്? മോളിക്കുലർ ബയോളജി ഹെൽപ്പ് ടു കമ്പയർ ദ DNA സീക്വൻസസ് ആൻഡ് അമിനോ ആസിഡ് സീക്വൻസസ് ഇൻ പ്രോട്ടീൻ അക്രോസ് സ്പീഷീസ്. അല്ല, ഓരോ സ്പീഷീസുകളിലെയും DNAയും RNAയും പ്രോട്ടീനെയും പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ ഈ പറയുന്ന മോളിക്കുലർ ബയോളജി നടത്തുന്നത്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. റിലേഷൻഷിപ്പ് കൂടുമ്പോൾ വ്യത്യാസം കുറയും. റിലേഷൻഷിപ്പ് കൂടുമ്പോൾ നമ്മൾ തമ്മിൽ എവല്യൂഷണറി ബന്ധമുണ്ട് എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ നോക്ക്, ചിമ്പൻസി, മനുഷ്യൻ, ഗൊറില്ല, കുരങ്ങൻ, മങ്കി. നോക്ക് സിമിലാരിറ്റീസ് നോക്ക്. നമ്മൾ ചിമ്പൻസി നമ്മൾ തമ്മിൽ നോക്കി ഏതാണ് നോക്കി, ദ പെർസെൻറ്റേജ് ഓഫ് മാച്ചിങ് ഓഫ് ദ ചിമ്പൻസീസ് DNA സീക്വൻസസ് വിത്ത് DNA സീക്വൻസസ് അതർ ഓർഗാനിസത്തിൽ ചിമ്പൻസി കഴിഞ്ഞാൽ അടുത്ത് ഏറ്റവും സാമ്യമുള്ള ആർക്കുമായിട്ടാണ്? മനുഷ്യനും ചിമ്പൻസിയുമായിട്ടാണ് സാമ്യമുള്ളത്. അപ്പോൾ നമ്മുടെ പൂർവികരാണ് ചിമ്പൻസികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഗൊറില്ലയായിട്ട് അത്രത്തോളം ഇല്ല. ഗൊറില്ലയെക്കാളും കൂടുതൽ സാമ്യം ആരുമായിട്ടാണ്? നമ്മൾ ഹ്യൂമൻസുമായിട്ടാണ്. പക്ഷേ നമ്മുടെ സാധാരണ കുരങ്ങനുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. സോ ചിമ്പൻസിയിൽ നിന്ന് മനുഷ്യൻ വന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എവല്യൂഷണറി ശരിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വരും. കമ്പാരിറ്റീവ് അനാട്ടമിയിൽ നമ്മൾ എന്തിനെ പറ്റി പറയുന്നു? ഹോമോലോഗസ് ഓർഗനുകളെ പറ്റി പറയുന്നു. അപ്പോൾ എന്താണ് ഹോമോലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാണാൻ ഏതാണ്ട് അല്ലെങ്കിൽ ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഓർഗൻസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോലോഗസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ കമ്പാരിറ്റീവ് അനാട്ടമി പഠിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ, ഓർഗൻസ് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസം, പല ഓർഗാനിസങ്ങളിലുള്ള ഓർഗൻസ് പക്ഷേ എന്താണ്? സെയിം ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ഇപ്പോൾ കൈ എന്ന് പറയുമ്പോൾ അറിയാം അല്ലേ, നമുക്ക് വവ്വാലിൻ്റെ കൈയും നമ്മുടെ കൈയും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സിമിലാരിറ്റി തോന്നൂലെങ്കിലും അതിൻ്റെ ഇൻറ്റേർണൽ അനാട്ടമി പഠിക്കുമ്പോൾ നമുക്കത് സെയിം ആണെന്ന് തോന്നും. ഫങ്ഷൻസ് ഡിഫറൻ്റ് ആണെങ്കിലും കാണാൻ അല്ലെങ്കിൽ സ്ട്രക്ചറലി ഏതാണ്ട് ഒരുപോലെയുള്ള അതിനാണ് നമ്മൾ ഹോമോലോഗസ് ഓർഗനുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് 4 limbs in vertebrates. വെർട്ടിബ്രേയുള്ള അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൈ എന്ന് പറയുന്നത് മനുഷ്യനും പൂച്ചയ്ക്കും വെയിലിനും ബാറ്റിനും ഒക്കെ എന്താണ്? ഈ പറയുന്ന ഹ്യൂമറസ്, റേഡിയസ്, അൽന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചസ് ഒക്കെ എന്താണ്? കൈയുടെ എല്ലുകളുടെ പേരാണ്. ഇതൊക്കെ എന്താണ്? ഏതാണ്ട് സിമിലർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എന്തായത് കാണിക്കുന്നത്? ഡെസ്പൈറ്റ് ഹാവിങ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്, അല്ലെ വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻസ് ആണുള്ളതെങ്കിലും ദ സിമിലർ ബോൺ സ്ട്രക്ചർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ്, അല്ലെ ബോൺ സ്ട്രക്ചർ സിമിലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ദീസ് ഓർഗാനിസംസ് ഹാവ് എ കോമൺ ആൻസിസ്റ്റർ. ഇവർക്ക് എന്താ ഉള്ളത്? ഒരു പൊതുവായിട്ടുള്ള ഒരു ആൻസിസ്റ്റർ ആണ് ഉള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സമയം മാറുന്നതിനനുസരിച്ച്
ഇവരെന്ത് ചെയ്തു? ഇവോൾവ് ചെയ്തു. അവരുടെ ഈ പറയുന്നത് എന്താണ്? സാഹചര്യത്തിനനുസരിച്ച് അവർ അഡാപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ വേരിയേഷൻസ് സംഭവിച്ചു അല്ലെ. പക്ഷേ ബേസിക് ഡിസൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലായിടത്തും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഹോമോലോഗസ് സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഡൈവേർജൻ്റ് എവല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഓർഗാനിസങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യത്തിന് നമുക്ക് എന്താണ് ഇവിടെ തെളിവായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അതാണ് കമ്പാരിറ്റീവ് അനാട്ടമി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തൊക്കെ പോയിന്റ് ഓർത്ത് വയ്ക്കണം? കമ്പാരിറ്റീവ് അനാട്ടമി പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ പല ഓർഗാനിസങ്ങൾക്കും പലതരം കാണാൻ ഡിഫറൻറ്റ് ഫങ്ഷൻസ് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ബേസിക് ഘടന എന്ന് പറയുന്നത് ഒരുപോലെയാണ്. അവരെയാണ് നമ്മൾ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ കാണാൻ വ്യത്യസ്തമാണെങ്കിലും ഒരുപോലത്തെ ഘടന വരുന്നത്. അങ്ങനെ ഹോമോലോഗസ് ഓർഗാനിസിനെ പറ്റി പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പല ജീവികളിലും ഏതാണ്ട് ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ സിമിലർ ആണ്. നമ്മളുടെ കുരങ്ങനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൈയുണ്ട്, നമുക്കും കൈയുണ്ട്, കുരങ്ങനും കൈയുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വവ്വാലിനും കൈയുണ്ട്. അതുപോലെ തന്നെ എന്താണ്, വെയിലിനും ഒരു കൈ പോലത്തെ ഭാഗമുണ്ട്. പക്ഷേ അതിൻ്റെ കാണുമ്പോൾ അത് ചെയ്യുന്ന ജോലി വ്യത്യസ്തമാണെങ്കിലും അതെന്താണ്, സ്ട്രക്ചറലി സെയിം ആണ്. അപ്പോൾ സമയത്തിനനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ വന്നതാണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്ന ഫോസിൽ എവിഡൻസുകൾ. ഫോസിൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഫോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ ഓർഗാനിസംസ് ഒന്നുണ്ടല്ലോ, അതെന്ത് ചെയ്യാണ്? അതിൻ്റെ റിമൈൻസ് എവിടെ ചെയ്യാണ്? പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എവിടെ അത് പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണായിട്ട് കിട്ടാം, അല്ലെങ്കിൽ അതിരുന്ന് ചത്തുപോയതിൻ്റെ ഇംപ്രഷൻ കിട്ടാം, അല്ലെങ്കിൽ അതിൻ്റെ ട്രൈസസ് നമുക്ക് എന്ത് ചെയ്യാം? കിട്ടാം. ഇതിനെല്ലാത്തിനും നമ്മൾ എന്ത് വിളിക്കും? ഫോസിലുകൾ എന്ന് വിളിക്കും. അപ്പോൾ എന്താ ഫോസിൽ എന്ന് വെച്ചാൽ? ഫോസിൽ ആർ ദ പ്രിസർവ്ഡ് റിമൈൻസ് ഓർ ഇംപ്രഷൻസ് ഓർ ട്രൈസസ് ഓഫ് ആൻഷ്യൻ്റ് ഓർഗാനിസംസ്. ഇത് സെഡിമെൻ്ററി റോക്കുകൾക്കിടയിലായിട്ട്, അതായത് ഇപ്പോൾ ഒരു പാറ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഈ പാറയുടെ മുകളിലായിട്ട് ഒരു ഓർഗാനിസം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു? വേറൊരു പാറ വന്ന് അതിൻ്റെ തലയിൽ കൂടി വന്ന് വീട്ടു തീർന്നു. ഈ രണ്ട് പാറകൾക്കിടയിൽ എന്ത് ചെയ്തു? ഇതങ്ങനെ ചതഞ്ഞ് ഞെരിഞ്ഞമർന്നു. ഏറ്റവും നല്ല എക്സാമ്പിൾ പല്ലി. നിങ്ങളുടെ വീട്ടിൽ പലരുടെയും വീട്ടിനകത്തുള്ള ജന്നൽ തുറന്നു നോക്കുമ്പോൾ ജന്നലുകൾക്കിടയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും? പല്ലിയുടെ ഒരു അസ്ഥികൂടം കിട്ടും അല്ലേ? നമ്മൾ ഡോർ ശ്രദ്ധിക്കാതെ അടയ്ക്കുമ്പോൾ ഇതിനിടയ്ക്ക് നിന്ന് ഞെരിഞ്ഞമർന്നു ചാവുന്ന പല്ലിയുടെ അസ്ഥികൂടം അതുപോലെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ പാറകൾക്കിടയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാറുണ്ട്? മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ. അത് ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലുകളായിട്ട് തന്നെ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ എല്ലുകളൊക്കെ ദ്രവിച്ചു പോയെങ്കിലും ആ സ്ഥലത്തെ ആ പറയുന്ന ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, അവിടുത്തെ ഒരു അച്ചിൽ വെച്ച് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ, ഒരു ടാറ്റു ഒക്കെ അടിക്കുമ്പോൾ കാണുന്ന പോലത്തെ ഒരു ഇംപ്രഷൻ നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? മൃഗങ്ങളുടെ ഷേപ്പ് ഊഹിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന് ചെറിയ ട്രൈസസ് കിട്ടും. ഇതിനെയാണ് ഫോസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോസിലിനെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? നമുക്ക് പലതരം എവല്യൂഷനുകളെ പറ്റി മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഓർഗാനിക് എവല്യൂഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഇപ്പോൾ കുതിര എന്ന് പറയുന്ന സാധനം, കുതിരയുടെ മുൻഗാമി. ആ കുതിരയുടെ മുൻഗാമിയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ കാലുകൾക്ക് കുതിരയുടെ ഇന്നത്തെ കുതിരയുടെ പോലെ അത്രയും നീളമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്തായിരുന്നു? ഷോർട്ടർ ലെഗ് ആയിരുന്നു അതിന് ഉണ്ടായിരുന്നത്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് കുതിരയ്ക്ക് വേഗത്തിൽ ഓടേണ്ട സാഹചര്യം വരികയും അപ്പോൾ എന്ത് പറ്റി? കാലിന് നീളം കൂടിയ കുതിരകൾ കൂടുതൽ പെറ്റുപെരുകി അവർ ഒരു മെജോറിറ്റി ആയിട്ട് മാറുകയും ചെയ്തു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമ്മളിവിടെ ഓർഗാനിക് ആയിട്ടുള്ള എവല്യൂഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുവാണ് ഓർഗാനിക് എവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? The fossil shows a gradual change in the structure of the organism over time. സമയത്തിനനുസരിച്ച് ഗ്രാജുവലായ മാറ്റങ്ങൾ എന്ത് ചെയ്തു? സ്ട്രക്ചറിൽ വന്നു. അതിനാണ് നമ്മൾ ഓർഗാനിക് ആയ എവല്യൂഷൻ എന്ന് പറയുന്നത്. സഡനായിട്ടുണ്ടാവുന്നതല്ല, ഓർഗാനിക് ആയിട്ടുള്ള എവല്യൂഷൻ, സമയമെടുത്തുണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറയാം. എക്സാമ്പിളാണ് കുതിരകളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ കാര്യം. അവർക്ക് ഷോർട്ടർ ലെഗ്സ് ആയിരുന്നു, ചെറിയ പല്ലുകളായിരുന്നു ഉണ്ടായിരുന്നത്. സമയം മാറുന്നതിനനുസരിച്ച് അവരുടെ കാലുകളുടെ നീളം കൂടുകയും പല്ലുകൾ എന്ത് ചെയ്തു? വലുതാവുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? നന്നായിട്ട് ഓടാനും അതുപോലെ തന്നെ പുല്ലുകൾ കടിച്ച് എടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫോസിലിൽ നിന്ന് നമുക്കൊരു തെളിവ് കിട്ടി. മറ്റൊന്നാണ് ഒരു കണക്റ്റിംഗ് ലിങ്ക്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഓർഗാനിസത്തിൽ നിന്ന് പലതുണ്ടായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഈ പറയുന്ന സാധനം, ഇതിൻ്റെ പേരാണ് ആർക്കിയോപ്റ്ററക്സ്. എന്താണ്? ആർക്കിയോപ്റ്ററിക്സ്. എന്താ സാധനം? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷിയുടെയും എന്നാൽ ഈ പറയുന്ന മുതല, അലിഗേറ്റർ പോലെയുള്ളതിൻ്റെയൊക്കെ ഒരു മിക്സാണ്. അതായത് ഇതിന് പല്ലുകളുണ്ട്. ഒരു കിളിയാണ്, പക്ഷേ അതിന് പല്ലുകളുണ്ട്. കിളിയൊക്കെ സാധാരണ ഈ പറയുന്ന അതിൻ്റെ കൊക്ക് എന്നല്ലേ പറയുന്നത് നമ്മൾ. ആ സാധനമാണ് ബീക്ക്, അതാണ് ഉണ്ടാകുന്നത്. പക്ഷേ ബീക്കിനകത്ത് തന്നെ എന്തുണ്ടായിരുന്നു? പല്ലുകളുണ്ടായിരുന്നു. ഞാനൊക്കെ പഠിച്ച സമയത്ത് ഇതിൻ്റെ ഈ പറയുന്ന ജന്തുവിൻ്റെ ഒരു നമ്മൾ ഈ പറയുന്ന ഇമാജിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു പടമൊക്കെ ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നുന്ന ടൈപ്പ് ഒരു സാധനമാണ് ഈ പറയുന്ന ആർക്കിയോപ്റ്ററിക്സ് എന്ന് പറയുന്നത്. ഇന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിടിച്ച് സൂചിനകത്തിട്ടേനെ. പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെപ്റ്റൈൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഫീച്ചേഴ്സ് ഒരുമിച്ച് കാണാനായിട്ട് പറ്റും. റെപ്റ്റൈലുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പല്ലി വരുമോ അല്ലേ, നമ്മുടെ മുതല, അലിഗേറ്റർ, അതിനെ ആലോചിച്ചാൽ മതി. അതുപോലെ അല്ലെങ്കിൽ കൊമാൻഡോ ഡ്രാഗണെ പോലെയൊക്കെ അല്ലെങ്കിൽ ഓന്തിനെ പോലെയൊക്കെ ഉള്ള ആ ഒരു ജീവിയാണ് ഈ പറയുന്ന റെപ്റ്റൈലുകൾക്കകത്ത് വരുന്നത്.
റെപ്റ്റൈലിൻ്റെയും ബേർഡ്സിൻ്റെയും ഫീച്ചേഴ്സ് ഒരുമിച്ച് കാണപ്പെടുന്ന ഒരു ജീവിയാണ് ആർക്കിയോപ്റ്റെറിക്സ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ആർക്കിയോപ്റ്റെറിക്സിന് നിന്ന് ബേർഡ്സ് ഉണ്ടായി എന്നും അതിൽ നിന്ന് റെപ്റ്റൈൽസ് മാറിയെന്നും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റും. അതായത് ഇവർ തമ്മിലുള്ളൊരു കണക്റ്റിംഗ് ലിങ്കിൻ്റെ ഫോസിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. അതിനാണ് നമ്മൾ കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത്. അതായത് സം ഫോസിൽ ഹാവ് ക്യാരക്ടേഴ്സ് ഓഫ് 2 ഡിഫറൻറ്റ് ഗ്രൂപ്പ്, അല്ലെ 2 വ്യത്യസ്തമായ ഗ്രൂപ്പുകളുടെ ഫോസിലുകൾ ഒരുമിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് എന്ത് കാണിക്കുന്നു? എവല്യൂഷൻ്റെ ലിങ്കിനെയാണ് കാണിക്കുന്നത്. എക്സാമ്പിളാണ് നമ്മൾ ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്നത്. അതിന് ഫെതേഴ്സും വിങ്സും ഉണ്ട് കിളികളെപ്പോലെ, എന്നാൽ പല്ലുകളും ക്ലോസും ഉണ്ട് ആരെപ്പോലെ? റെപ്റ്റൈലുകളെപ്പോലെ. അപ്പോൾ എന്താണ്? രണ്ടും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്കാണ് എന്തെന്ന് പറയുന്നത്? ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ആർക്കിയോപ്റ്റെറിക്സിനെ തന്നിട്ട് ഇത് എന്തിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എവല്യൂഷനിൽ ഫോസിലുകളിൽ 2 വ്യത്യസ്തമായിട്ടുള്ള ഓർഗാനിസങ്ങൾ തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്കാണ് എന്ത്? ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ ഡൈനോസറും മാമത്തും. ഈ മാമത്ത് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇന്നിവിടെ ഇല്ല, ഡൈനോസറുകളും ഇന്നില്ല. ഫോസിലുകളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. അപ്പോൾ ഏതൊക്കെയോ കുറേ ഓർഗാനിസങ്ങൾ ഉണ്ടായിരുന്നു, അത് കാലം കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി, അതിന് വംശനാശം സംഭവിച്ചു. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അന്നത്തെ സാഹചര്യം ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ടായിരിക്കാം അവരെന്ത് ചെയ്തത്? മരിച്ചുപോയത്. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ എന്തെങ്കിലും പ്രകൃതിയിലെ മാറ്റങ്ങളായിരിക്കാം കാരണമായത്. അതിന് നമ്മുടെ എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസിൻ്റെ എവിഡൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? ഫോസിൽസ് പ്രൂവ് ദാറ്റ് മെനി ഓർഗാനിസം വൺ എക്സിസ്റ്റഡ് ബട്ട് ആർ നൗ എക്സ്റ്റിങ്ക്റ്റ്. അല്ലെ, വൺ എക്സിസ്റ്റഡ്, പണ്ട് ഒരിക്കൽ വൺസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു? എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള എവിഡൻസുകളും കിട്ടും. ഉദാഹരണമാണ് ഡൈനോസർ ജുറാസിക് പാർക്ക് കണ്ട എല്ലാവർക്കും അറിയായിരിക്കും. മാമത്ത്, ഐസ് ഏജ് കണ്ട് നിങ്ങൾക്ക് എന്തായിരിക്കും? മാമത്തിന് ഓർമ്മയുണ്ടാവും. ഐസ് ഏജ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്, സിനിമ അല്ല, കാർട്ടൂൺ സിനിമ അല്ലേ. അതിനകത്ത് ഈ മാമത്തിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അല്ലാതെ മാമത്തിന് നമ്മൾ വേറെ ഒന്നും എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, പടത്തിനകത്ത് കാർട്ടൂണിനകത്തൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ വലിയ കൊമ്പൊക്കെ ഉള്ള ആനയാണ് ഈ പറയുന്ന മാമത്ത് എന്ന് പറയുന്നത്. വലിയ കൊമ്പായിരിക്കും, ഭയങ്കര വലിയ സൈസൊക്കെ ആയിരിക്കും എന്തിന്? ഈ പറയുന്ന ആനയ്ക്കുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാമത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഫോസിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി പണ്ടേക്കും ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 എവിഡൻസുകൾ. അപ്പോൾ ഇത്തരം എവിഡൻസുകളിൽ നിന്ന് നമുക്ക് എവല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് നടന്നിട്ടുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും.